റീജോയിൻ ചെയ്യാം. ഓക്കെ. ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ we are coming into another aspect of econometrics, that is hypothesis testing. നമ്മൾ തൊട്ട് മുൻപത്തെ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പഠിച്ചത് എസ്റ്റിമേഷൻ ആയിരുന്നു. ഹൗ ടു എസ്റ്റിമേറ്റ് ദ കോഎഫിഷ്യൻസ്, ഹൗ ടു എസ്റ്റിമേറ്റ് ദ സ്ലോപ്പ് കോഎഫിഷ്യന്റ് ആൻഡ് ഇന്റർസെപ്റ്റ് കോഎഫിഷ്യന്റ് യൂസിങ് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. സോ നമുക്കറിയാം ഓയിലസ് മെത്തേഡിൽ നമ്മൾ എറേഴ്സിനെ ഏറ്റവും മിനിമൈസ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് യു ഐ ക്യാപ്പിന്റെ സ്ക്വയറിനെ ഏറ്റവും മിനിമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബെസ്റ്റ് ഫിറ്റ് ലൈനാണ് നമ്മൾ ഓയിലസ് മെത്തേഡിലൂടെ നമ്മൾ ഡ്രോ ചെയ്യുന്നത്. ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഇക്വേഷൻ നമുക്ക് എത്രത്തോളം വാലിഡ് ആണ്, നമ്മൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ കോഎഫിഷ്യൻസ് എത്രത്തോളം സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്, അത് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ക്ലാരിറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു മോഡൽ നമ്മൾ ഇവോൾവ് ചെയ്തെടുക്കുകയാണ്. ദാറ്റ് ഈസ് yi cap is equal to beta 1 cap plus beta 2 cap xi. നമ്മൾ ഈ ഒരു മോഡൽ നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് എസ്റ്റിമേറ്റ്സ് കിട്ടും. നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ് എസ്റ്റിമേറ്റ്സ് കിട്ടും. അതായത് ബീറ്റ 1 ബീറ്റ 2 പകരമായിട്ട് നമുക്ക് ബീറ്റ 2 ക്യാപ്പിനെല്ലാം പകരമായി നമുക്ക് ഒരു പോയിന്റ് എസ്റ്റിമേറ്റ് കിട്ടും. ഈ പോയിന്റ് എസ്റ്റിമേറ്റ് എത്രത്തോളം സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്, ഇത് എത്രത്തോളം ശരിയാണ്, ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് റിഗ്രഷൻ മോഡൽ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് കിട്ടുന്ന എസ്റ്റിമേറ്റ്സിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, എത്രത്തോളം സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണെന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. നമ്മളതിൽ ടി ടെസ്റ്റും എഫ് ടെസ്റ്റും എല്ലാം നമുക്ക് വഴിയെ പഠിക്കാനുണ്ട്. അത് പഠിക്കുമ്പോഴും നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പ്രോബ്ലം എല്ലാം ചെയ്ത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ഹൈപ്പോതെസിസ് ടെസ്റ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഹൈപ്പോതെസിസ് എന്നുള്ള ആദ്യം തന്നെ മനസ്സിലാക്കുക. ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത് നമ്മൾ നടത്തുന്ന ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളൊരു പഠനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഇൻറ്റ്യൂറ്റീവായിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തും. ഇന്നതായിരിക്കും നമ്മളുടെ ഒരു സ്റ്റഡി. ഇപ്പം നമ്മൾ എന്ത് ക്ലെയിം ആണോ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ ക്ലെയിമിനെയാണ് നമ്മൾ ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. ദ ക്ലെയിം ദാറ്റ് ഈസ് ടു ബി ടെസ്റ്റഡ്. അപ്പം നമ്മൾ യൂഷ്വലി 2 ടൈപ്പ് ഹൈപ്പോതെസിസുകളാണ് ഉള്ളത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഹൈപ്പോതെസിസിനെ ഡിഫൈൻ ചെയ്തു. ഇറ്റ് ഈസ് എ ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് എ ക്ലെയിം ടു ബി ടെസ്റ്റഡ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ഹൈപ്പോതെസിസ്. നമ്മൾ ഏത് ഒരു ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് നടത്തുമ്പോഴും ദർ ഈസ് എ 2 ടൈപ്സ് ഓഫ് ഹൈപ്പോതെസിസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. നൾ ഹൈപ്പോതെസിസ്, നമ്മൾ നൾ ഹൈപ്പോതെസിസിനെ നമ്മൾ H0 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. H0 null hypothesis. Then ഇതിന് നേരെ മാത്തമാറ്റിക്കൽ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് നമ്മൾ H1 എന്ന് ഉപയോഗിക്കാറുണ്ട്, HA എന്ന് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ സ്റ്റുഡന്റ് മണ്ണിന്റെ ടെസ്റ്റിൽ HA എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഓൾട്ടർനേറ്റീവിന്റെ A ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗുജറാത്തിയുടെ ബുക്കാണെങ്കിൽ H1 എന്നായിരിക്കും ഉപയോഗിച്ചിരിക്കുക. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഡിഫറെന്റ് ടെക്സ്റ്റ്. ഇറ്റ് വേരീസ് ബിറ്റ്വീൻ H1 ആൻഡ് HA. രണ്ടും ഉപയോഗിക്കാം. രണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് അത് കാണിക്കുന്നത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസിന്റെ സിമ്പിൾ ആയിട്ടാണ് കാണിക്കുന്നത്. സോ എന്താണ് നൾ ഹൈപ്പോതെസിസ്? നൾ ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത് വാട്ട് എ റിസർച്ചർ എക്സ്പെക്ട്സ് നോട്ട് ടു ഹാപ്പൻ.
നമ്മൾ എക്കണോമെട്രിക് അനാലിസിസിലാണെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് സ്പെസിഫിക്കലി ഉദ്ദേശിക്കുന്നത് എന്താണോ റിസർച്ചർ പ്രതീക്ഷിക്കാത്ത വാല്യൂ, അതിനെയാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. റിഗ്രഷൻ അനാലിസിസിൽ പ്രത്യേകിച്ച്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിൽ എന്താണോ റിസർച്ചർ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം, സ്റ്റഡി തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ഹൈപ്പോത്തസിസ് ഫ്രെയിം ചെയ്യണം. നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും ഫ്രെയിം ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ഇക്വേഷൻ റൺ ചെയ്യുകയും നമുക്ക് എസ്റ്റിമേറ്റ് കിട്ടുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ എസ്റ്റിമേറ്റിലെ സ്ലോപ്പ് കോഎഫിഷ്യൻ, സ്പെസിഫിക്കലി നമ്മൾ സ്ലോപ്പ് കോഎഫിഷ്യനെയാണ് നമ്മൾ ഇത് സംബന്ധിച്ചാണ് നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് ഫോം ചെയ്യുക. അതിപ്പോഴേ ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ റിഗ്രഷൻ അനാലിസിസിൽ നമ്മൾ ഹൈപ്പോത്തസിസ് ഫോം ചെയ്യുന്നത് ഇത് നമ്മുടെ എസ്റ്റിമേറ്റ് ആണ്, അതല്ലെങ്കിൽ β2 ക്യാപ്പ് നമ്മൾ ഫൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഇത് നമ്മൾ എസ്റ്റിമേറ്റ്, ഇത് ഫൈൻഡ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഹൈപ്പോത്തസിസ് ചെയ്യും. അപ്പൊ നമ്മൾ ഹൈപ്പോത്തസിസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ട്രൂ ആയിട്ടുള്ള β2നെ കുറിച്ചായിരിക്കും. β1നെ കുറിച്ച് നമ്മൾ ഹൈപ്പോത്തസിസ് ഫ്രെയിം ചെയ്യാറില്ല യൂഷ്വലി. ഇറ്റ് ഈസ് നോട്ട് എ ട്രഡീഷൻ ടു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ഓൺ ഇന്റർസെപ്റ്റ് കോഎഫിഷ്യന്റ്. നമ്മൾ സാധാരണഗതിയിൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ചെയ്യുന്നത് സ്ലോപ്പ് കോഎഫിഷ്യന്റിനെയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ, നമ്മൾ ഇത് റൺ ചെയ്യുകയും ഇതിന്റെ എസ്റ്റിമേറ്റ് കണ്ടെത്തുകയും ചെയ്യും. ഈ പോയിന്റ് എസ്റ്റിമേറ്റ് കിട്ടുന്നത്, ഇത് എസ്റ്റിമേറ്റർ ആണെന്ന് നമുക്കറിയാം, അല്ലെ? ഇതെല്ലാം എസ്റ്റിമേറ്റർ ആണ്. ഇതെല്ലാം ഫോർമുലാസ് ആണ്. ഇതിനെല്ലാം ഫോർമുലാസ് ഉണ്ട്. ഇതിന്റെ ഫോർമുലയാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിന് ഫോർമുലയുണ്ട്, ഇതിന് ഫോർമുലയുണ്ട്, നമുക്കതറിയാം. അപ്പൊ ആ ഫോർമുല റൺ ചെയ്ത് ഇതിന് എസ്റ്റിമേറ്റ് കിട്ടുക, ഇതിന് ന്യൂമറിക്കൽ വാല്യൂ ഇതിന് പകരമായിട്ട് കിട്ടുന്നതിന് മുൻപ് വി ഹാവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. അതിൽ നൾ ഹൈപ്പോത്തിസിസ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഫ്രെയിം ചെയ്യുമ്പോൾ ഓർക്കുക, ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ. ഇതിന് മുൻപ് നമ്മൾ ഇവിടെ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യും. സോ നമ്മുടെ ഹൈപ്പോത്തിസിസിൽ നമ്മൾ എപ്പോഴും β2 എന്നായിരിക്കും കാണിക്കുക. β2 കാണിക്കുന്നത് സ്ലോപ്പ് കോഎഫിഷ്യന്റ് എന്നുള്ള അർത്ഥത്തിലാണ്. സ്ലോപ്പ് കോഎഫിഷ്യന്റ് β2 ആവും, β3 ആവാം, β4 ആവാം. ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്ലോപ്പ് കോഎഫിഷ്യന്റിനെ നമുക്ക് അതിനെ സംബന്ധിച്ച് നമ്മൾ നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും സെറ്റ് ചെയ്യും. അപ്പോൾ എന്താണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തത് അതാണ് ഇവിടെ വരേണ്ടത്, ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് വരേണ്ടത്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം. ഞാൻ ഡീറ്റെയിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നൊരു കാര്യം പറയാം. പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും β2നെ, അപ്പൊ നമ്മളിവിടെ എഴുതുന്നത് എങ്ങനെയായിരിക്കും? β2 എന്നായിരിക്കും എഴുതുക. കാരണം ഇത് നമ്മുടെ എസ്റ്റിമേറ്റ് ആണ്. നമ്മൾ അതിനു മുൻപ് പോപ്പുലേഷൻ പാരാമീറ്ററിനെ കുറിച്ചാണ് നമ്മൾ ഹൈപ്പോത്തസൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എഴുതുന്നത് എപ്പോഴും β2 ക്യാപ്പ് ആയിരിക്കില്ല, β2 ആണ്. കാരണം β2 ക്യാപ്പ് ഇതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ പോപ്പുലേഷൻ പാരാമീറ്ററിനെ കുറിച്ചാണ് നമ്മൾ ഹൈപ്പോത്തസൈസ് ചെയ്യുന്നത്. ഇനി ഞാനൊരു സിമ്പിൾ ആയിട്ടൊന്ന് ഞാൻ ഇതിലേക്ക് വരാം. അതിന് മുൻപ് ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ്. ഞാൻ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ β2 is equal to 0. എന്താണ് അതിന്റെ മീനിങ്? β2 is equal to 0 എന്ന് പറയുന്നത്, if this becomes 0, that means that it has no impact, the x has no impact on y. Let me start the highlight. Okay, please see. അപ്പോൾ എൻ്റെ നൾ ഹൈപ്പോത്തിസിസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് β2 is equal to 0, ഞാൻ ആദ്യം തന്നെ ഹൈപ്പോത്തസൈസ് ചെയ്യുന്നത് എന്താണ്? If it is consumption and it is income, that means this is dependent variable, this is independent variable. What I do not expect is that income does not impact on consumption. ഞാൻ എന്താണ് പ്രതീക്ഷിക്കാത്തത്? ഇൻകം കൺസംഷനെ സ്വാധീനിക്കുന്നില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കാത്തത്. എൻ്റെ പ്രതീക്ഷ എന്താണ്? എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്
ഇൻകത്തിന് കൺസംഷന്റെ മേൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട് എന്നാണ് എന്റെ പ്രതീക്ഷ എങ്കിൽ ഞാൻ എന്താണ് അങ്ങനെ അവിടെ എഴുതുക? β2 ഈസ് ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് ഇങ്ങനെ എഴുതാം. ഇതിന് ജസ്റ്റ് മാത്തമാറ്റിക്കൽ ഓപ്പോസിറ്റ് ആയിരിക്കണം ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. മാത്തമാറ്റിക്കൽ ഓപ്പോസിറ്റ്. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ എഴുതിയ പോലെ എഴുതുകയാണെങ്കിൽ ഇവിടെ നോട്ട് ഈക്വൽ ടു 0 എന്ന് എനിക്ക് എഴുതാനായിട്ട്. ഇവിടെ ഞാൻ ഇൻകം കൺസംഷൻ എക്സാമ്പിൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇവിടെ നേരെ അത് മാറ്റിയത്. ഞാൻ ഒന്നുകൂടി എഴുതാം. ഇഫ് β2 ഈസ് ഈക്വൽ ടു 0 എന്നാണ് ഞാൻ എഴുതുന്നതെങ്കിൽ അത് ഞാൻ പ്രതീക്ഷിക്കാത്തതാണ്. അതായത് എക്സ് വൈന്റെ മേൽ യാതൊരു സ്വാധീനവും ചെലുത്തുന്നില്ല. അങ്ങനെ അതിന്റെ നേരെ മാത്തമാറ്റിക്കൽ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. β2 ഈസ് നോട്ട് ഈക്വൽ ടു 0. അതായത് എക്സ് ഹാസ് ഇമ്പാക്ട് ഓൺ വൈ. ഇറ്റ് ക്യാൻ ബി എ നെഗറ്റീവ് ഇമ്പാക്ട്, ഇറ്റ് ക്യാൻ ബി എ പോസിറ്റീവ് ഇമ്പാക്ട്. അതിവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഞാൻ എന്താണോ പ്രതീക്ഷിക്കാത്തത്, ഞാൻ പ്രതീക്ഷിക്കാത്ത വാല്യൂ ആണ് 0 റിഗ്രഷൻ അനാലിസിസിൽ. ഞാൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും? ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ഞാൻ നടത്തുന്നത് ഇതിനെയാണ് ഞാൻ നടത്തുന്നത്. പക്ഷെ ഇത് ഞാൻ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഹൈപ്പോത്തിസിസ് ആദ്യം എഴുതുമ്പോൾ β2 ഈസ് ഈക്വൽ ടു 0 എന്നാണ്. ഇതെന്റെ പോപ്പുലേഷൻ സ്ലോപ്പ് പാരാമീറ്റർ ആണ്. ഇത് 0 ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എക്സിന് വൈന്റെ മേൽ യാതൊരു സ്വാധീനവും ഇല്ലെന്ന്. അങ്ങനെയല്ല എന്ന് പറയുന്നതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. നമ്മൾ ഇതിനെ സിമ്പിൾ ഹൈപ്പോത്തിസിസ് എന്നാണ് വിളിക്കുക. ഇത് സിമ്പിൾ ഹൈപ്പോത്തിസിസ് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്പെസിഫിക് ആയിട്ടൊരു വാല്യൂ ഉണ്ട്. ഇതിൽ നൾ ഹൈപ്പോത്തിസിസ് സിമ്പിൾ ആണ്. കാരണം ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് അല്ല, മറിച്ച് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വാല്യൂ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഈസ് ഈക്വൽ ടു 0. അതേസമയം ഈ ഒരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിനെ കോമ്പോസിറ്റ് ഹൈപ്പോത്തിസിസ് എന്നാണ് വിളിക്കുക. കോമ്പോസിറ്റ്. കാരണം ഇവിടെ ഒരു സ്പെസിഫിക് വാല്യൂ ഇല്ല. ഇവിടെ എന്താവാം? ഇവിടെ നെഗറ്റീവ്സ് ആവാം, പോസിറ്റീവ് ആവാം. ഇറ്റ് ക്യാൻ ബി എനി വാല്യൂ അതർ ദാൻ 0. So this is a composite hypothesis, but it is a simple hypothesis because it has a specific value, that is β2 is equal to 0. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തിസിന്റെ അകത്ത് എപ്പോഴും ഒരു ഈക്വാലിറ്റി സൈൻ ഉണ്ടാവും. ഒരു ഈക്വാലിറ്റി സൈൻ ഉണ്ടാവും. ഇപ്പൊ ഞാനൊരു അടുത്തൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിന്റെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്, നൾ ഹൈപ്പോത്തിസിസ് ഞാൻ സപ്പോസ് ഞാൻ എഴുതാൻ പോകുന്നത് ഡിമാൻഡ് പ്രൈസിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു. അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ എസ്റ്റിമേഷൻ ആണ് β1 ക്യാപ് പ്ലസ് β2 ക്യാപ് പ്രൈസ്. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്ത് ഇക്വേഷൻ ആണത്? എന്ത് വിളിക്കാം നമുക്ക് ഇതിനെ? ഇക്വേഷൻ എന്താണ്? ഇവിടെ എന്താണ് ഞാൻ എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങൾക്ക് ഇത്രയും ഇക്വേഷൻ എന്താണ് ഡിപെൻഡന്റ് വേരിയബിൾ, എന്താണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയാം. ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ ഡിപെൻഡന്റ് വേരിയബിൾ, എന്താണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ? പ്രൈസ് ഇൻഡിപെൻഡന്റ് വേരിയബിളും ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിപെൻഡന്റ് വേരിയബിളും. യെസ്, യു ആർ റൈറ്റ്. നമുക്ക് അതല്ലാതെ രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട് അല്ലേ? ഇന്റർസെപ്റ്റും ഉണ്ട്, സ്ലോപ്പും ഉണ്ട്. നമുക്ക് ഇവിടെ ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് എഴുതേണ്ടതായിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇറ്റ് വിൽ ബി നെഗറ്റീവ്.
എന്തുകൊണ്ട് നെഗറ്റീവ് ആണ്? നമുക്ക് പ്ലസ് എഴുതിയാലും ഇവിടെ ഞാൻ പ്ലസ് എഴുതിയാലും ഇവിടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ നമുക്ക് സ്പെസിഫിക്കലി നമുക്ക് ഇപ്പൊ ഇവിടെ β2 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ നെഗറ്റീവ് ആണ് അല്ലേ? എന്തുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് എഴുതിയത്? Because there is an inverse relationship between price and quantity demand. Price കൂടിയാൽ quantity demand കുറയണം, price കുറഞ്ഞാൽ quantity demand കൂടും. So there is an inverse relation. That is why we put negative sign here. So നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? What is our expectation? What is our alternative hypothesis? What is our null hypothesis? എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന β2 വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ, മൈനസ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ 0 ആണ്. ദാറ്റ് മീൻസ് വി എക്സ്പെക്ട് ദാറ്റ് β2 ഈസ് ലെസ് ദാൻ 0. അപ്പൊ നെഗറ്റീവ് ആവുമല്ലോ. സീറോയുടെ താഴെയാണെങ്കിൽ എല്ലാം നെഗറ്റീവ്സ്. സോ ലെസ് ദാൻ 0. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എഴുതുന്ന നൾ ഹൈപ്പോത്തിസിസ് ആണ്, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഇവിടെ എഴുതിയത്. ഇതിന്റെ ജസ്റ്റ് മാത്തമാറ്റിക്കൽ ഓപ്പോസിറ്റ് ആണ് ഇത്. ആദ്യം നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് ആണ് എഴുതേണ്ടത്. ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തതാണ് ആദ്യം എഴുതേണ്ടത്. എക്സ്പെക്ട് ചെയ്യാത്തത് എന്താണ്? β2 0-നേക്കാൾ വലുത്, അതായത് പോസിറ്റീവ് ആവും, അതല്ലെങ്കിൽ 0-ന് തുല്യമാവും. ഇതിന്റെ മാത്തമാറ്റിക്കൽ ഓപ്പോസിറ്റ് ആണ് ഇവിടെ എഴുതുന്നത്. അതായത് ഇവിടെ എന്താണ് എഴുതുന്നത്? β2 നമ്മൾ ഹൈപ്പോത്തിസൈസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, β2 വെച്ചിട്ടാണ് നമ്മൾ ഹൈപ്പോത്തിസൈസ് ചെയ്യുന്നത്. β1 നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് നടത്താറില്ല. β2 ഞാൻ പ്രതീക്ഷിക്കാത്തത് ആദ്യം എഴുതുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നത് രണ്ടാമത് എഴുതുന്നു. പ്രതീക്ഷിക്കാത്തത് എന്താണ്? പ്രൈസ് വർദ്ധിക്കുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് വർദ്ധിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അതായത് പോസിറ്റീവ് ആവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതോടൊപ്പം തന്നെ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡോടും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബന്ധമില്ല എന്ന് പറയുന്നത് 0 ആണ്. അതായത് പ്രൈസ് ക്വാണ്ടിറ്റി ഡിമാൻഡിനെ സ്വാധീനിക്കുന്നില്ല എന്ന് പറയുന്നതാണ് 0. ഓക്കെ, ഒന്ന്. രണ്ടാമത്തെ രണ്ട് ഞാൻ പ്രതീക്ഷിക്കാത്തത് എന്താണ്? പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതായത് 0-ത്തേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ പോസിറ്റീവ് ആണ്. ഈ റിലേഷൻ പോസിറ്റീവ് ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇത് 0 ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ആ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ, ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യം എന്താണ്? ഗ്രേറ്റർ ദാനോ ഓർ ഈക്വൽ ടു 0 ആണെന്നോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ദിസ് വിൽ ബി ലെസ് ദാൻ 0. That means it will be a negative value. This will be a negative value. That is my alternative hypothesis. Okay. ഇനി ഞാൻ വേറെ രീതിയിൽ എഴുതുകയാണെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇതിനെ വൺ സൈഡഡ് അല്ലെങ്കിൽ വൺ ടൈൽഡ് ടെസ്റ്റ് എന്നാണ് വിളിക്കുക. ഞാനത് അതിലേക്ക് വരാം. ഞാൻ ഇവിടെ വേറൊരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എഴുതാൻ വെച്ചു. സപ്പോസ് ഇറ്റ് ഈസ് H0 null hypothesis is equal to β2 is less than or equal to 0. Less than or equal to 0. Then what will be the alternative hypothesis? ഇതാണ് ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യം. പ്രതീക്ഷിക്കാത്ത എന്താണ്? ഒന്നില്ലെങ്കിൽ β2 0 ആണ്, അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആണ്. ഇതാണ് ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യം. വാട്ട് വിൽ ബി my expected
തിങ്. എന്തായിരിക്കും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്? Null hypothesis എന്താണ്? β2 is less than or equal to 0. Then what will be my alternative hypothesis? ഇവിടെ β2 എന്തായിരിക്കുന്നതായിരിക്കും ഞാൻ ഹൈപ്പോത്തിസൈസ്. എന്താണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്? ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തതാണ്. സീറോയോ അതിൽ താഴെയോ ആയിരിക്കും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പൊ എന്തായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്? സീറോയോ അതിൽ താഴെയോ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ എന്തായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്? ഗ്രേറ്റർ ദാൻ 0. അതായത് ഞാൻ അപ്പൊ പ്രതീക്ഷിക്കുന്നത് എന്താണ്? β2 ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്ന വാല്യൂവിനെ, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ ആണ് ഓൾട്ടർനേറ്റീവിൽ വരേണ്ടത്. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത വാല്യൂ ആണ് ഓൾട്ടർനേറ്റീവിൽ വരേണ്ടത്. ഇപ്പൊ ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻ ആണെങ്കിൽ എന്റെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഇങ്ങനെ എഴുതാം. മീൻസ് എന്റെ നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഇങ്ങനെ എഴുതാം. ഇപ്പോൾ ഇൻകവും കൺസംഷനും തമ്മിലുള്ള റിലേഷൻ ആണെങ്കിൽ, സപ്പോസ് ഇറ്റ് ഈസ് consumption. This is consumption. Cap is equal to β1 cap plus β2 cap income. So our independent variable is income, dependent variable is consumption. And we do not expect that income has no role on consumption. That means it is 0. β2 0 എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. And we do not expect that an increase in income will diminish consumption. That means negative. So we do not expect two things. One is income has no effect on consumption. അതാണ് 0. ഈക്വൽ ടു 0. രണ്ടാമത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യം എന്താണ്? ഇൻകം ഹാസ് നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ കൺസംഷൻ. ദാറ്റ് ഈസ് ലെസ് ദാൻ. വാട്ട് വി എക്സ്പെക്ട് ദ β2 വാല്യൂ? വി എക്സ്പെക്ട് ദാറ്റ് β2 വിൽ ബി പോസിറ്റീവ്. ദാറ്റ് മീൻസ് when income increases, consumption will increase. That means it will be greater than 0. So this is the expected value. This is the non-expected value by the researcher. ഈ രണ്ട് ടെസ്റ്റുകളെയും നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇതിനെ വിളിക്കുന്നത് വൺ സൈഡഡ് ടെസ്റ്റ് എന്നാണ്. വൺ സൈഡഡ് ടെസ്റ്റ്. അതല്ലെങ്കിൽ മറ്റൊരു പേരും കൂടി വിളിക്കും. വൺ സൈഡഡിന് പകരം ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് വൺ ടെയിൽഡ് ടെസ്റ്റ് എന്ന് വിളിക്കും. വൺ ടെയിൽഡ് ടെസ്റ്റ്. Why it is called one-tailed or one-sided test? നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെ വൺ സൈഡഡ് എന്ന് വിളിക്കുന്നത്? നമ്മൾ നോക്കുന്നത്, ഇതിന്റെ പേര് വിളിക്കാൻ കാരണം നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് നോക്കിയിട്ടാണ്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിൽ β2ന്റെ വാല്യൂ ഒരു സൈഡിലാണ്. ഇവിടെയാണെങ്കിൽ 0യുടെ ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ്, ഇവിടെയാണെങ്കിൽ 0യുടെ റൈറ്റ് സൈഡിൽ മാത്രമാണ്. ഇവിടെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിൽ നെക്കാളും നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിന്റെ ഒരു ഫീച്ചർ നോക്കിയിട്ടാണ് നമ്മൾ വൺ സൈഡഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ടു ടെയിൽഡ് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ വൺ സൈഡഡ് അല്ലെങ്കിൽ വൺ ടെയിൽഡ് ടെസ്റ്റ് എന്ന് വിളിക്കാൻ കാരണം ഇവിടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിൽ വരുന്ന വാല്യൂസ് എപ്പോഴും 0യുടെ ഒരു സൈഡിൽ മാത്രമാണ്. ഇവിടെ ലെസ് ദാൻ സൈഡാണ്, ഇവിടെ ഗ്രേറ്റർ ദാൻ സൈഡാണ്. അപ്പൊ ഈ രണ്ടും എന്തിലാണ് നമ്മൾ പെടുത്തുക? ഈ രണ്ടിനെയും നമ്മൾ വൺ സൈഡഡ് ടെസ്റ്റ് എന്നോ അല്ലെങ്കിൽ വൺ ടെയിൽഡ് ടെസ്റ്റ് എന്നാണ് വിളിക്കുക. ഇനി ഇതിന് പുറമെ മറ്റൊരു ടെസ്റ്റ് കൂടിയുണ്ട്, അതിനെയാണ് ടു ടെയിൽഡ് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ടു ടെയിൽഡ് ടെസ്റ്റ് ആണ്. ഇപ്പൊ ഇവിടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ
ഈ രണ്ട് ഹൈപ്പോത്തിസിസും കോമ്പോസിറ്റ് ഹൈപ്പോത്തിസിസ് ആണ്. ഇവിടെയും രണ്ട് ഹൈപ്പോത്തിസിസും കോമ്പോസിറ്റ് ഹൈപ്പോത്തിസിസ്. കാരണം നൾ ഹൈപ്പോത്തിസിസ് ആയിക്കോട്ടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആയിക്കോട്ടെ, ഇവിടെ രണ്ടും കോമ്പോസിറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വാല്യൂ ഇറ്റ് ക്യാൻ ബി എ റേഞ്ച് ഓഫ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് 0 ശേഷം ഏത് വാല്യൂ വേണമെങ്കിലും ആവാം. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ലെസ് ദാൻ 0 എന്ന് പറയുന്നത് 0ക്ക് താഴെ ഏത് വാല്യൂ വേണമെങ്കിലും ആവാം. സോ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് ഹൈപ്പോത്തിസിസ്. ഇവിടെയും അത് തന്നെ. നമ്മൾ ഇനി അടുത്ത 1 ടൈൽഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 2 ടൈൽഡ് ടെസ്റ്റ് ആണ്. 2 ടൈൽഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ H0 is equal to H0 എന്താണ് നൾ ഹൈപ്പോത്തിസിസ്? β2 is equal to a particular value. സാധാരണഗതിയിൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും 0 ആയിരിക്കും എടുക്കുക. 0 പ്രാക്ടിക്കലി. തിയറിറ്റിക്കലി ഇറ്റ് ക്യാൻ ബി എനി വാല്യൂ. നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഒരു ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഈ ഒരു വാല്യൂ ആയിരിക്കില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കാത്തത്. ഇവിടെ നമുക്കറിയാം ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വാല്യൂ ആണ്. അതായത് ഈ വാല്യൂ ആയിരിക്കില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക ആണെങ്കിൽ നമ്മൾ അതിനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ ആണെങ്കിൽ പറയാം. ഇവിടെ നമ്മൾ 0 എന്ന് പറയുന്നത് β2 ആ വേരിയബിൾ തന്നെ ഇൻസിഗ്നിഫിക്കന്റ് ആണ്. ആ മോഡലിലെ വേരിയബിൾ തന്നെ ഇൻസിഗ്നിഫിക്കന്റ് ആണ്. ആ വേരിയബിളിനെ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമില്ലെന്നാണ്. പക്ഷെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്താണ്? നമുക്ക് ആ വേരിയബിൾ സിഗ്നിഫിക്കന്റ് ആണ്, സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഉപയോഗിക്കുക. ദാറ്റ് ഈസ് എന്താണ്? β2 നോട്ട് ഈക്വൽ ടു 0. ഇതാണ് അതിന്റെ മാത്തമാറ്റിക്കൽ ഓപ്പോസിറ്റ്. എപ്പോഴും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിന്റെ നള്ളിന്റെ മാത്തമാറ്റിക്കൽ ഓപ്പോസിറ്റ് ആണ്. ഇപ്പൊ ഇവിടെ നോക്കിയറിയാം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടുവിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ലെസ് ദാൻ. ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടുവിന്റെ ജസ്റ്റ് മാത്തമാറ്റിക്കൽ ഓപ്പോസിറ്റ് ആണ് ഗ്രേറ്റർ ദാൻ. സോ വൺ സൈഡഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ വൺ സൈഡഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് കാരണം ഇവിടെ നൾ ഹൈപ്പോത്തിസിസ് 0യുടെ ഒരു സൈഡിൽ മാത്രമാണ് വരുന്നത്, വേറെ സൈഡ് വരാൻ പറ്റില്ല. ഈ ഒരു കാര്യത്തെ നമ്മൾ വിളിക്കുന്നത് 2 ടൈൽഡ് ടെസ്റ്റ് എന്നാണ്, അല്ലെങ്കിൽ 2 സൈഡഡ് ടെസ്റ്റ് എന്നാണ്. എവിടെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് നോക്കിയാൽ മതി. 2 സൈഡഡ് or 2 tailed test. ടു ടൈൽഡ് ടെസ്റ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവിടെ 2 ടൈൽഡ് ആണ്? നമുക്ക് അതിലേക്ക് ഡീറ്റെയിലേക്ക് വരാം. ഈ ടെസ്റ്റുകളിലേക്ക് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഡീറ്റെയിലേക്ക് പോകാം. ഇവിടെ നോക്കാം, ഇവിടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് 0 അല്ല. 0 അല്ല എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ 0 ഓർ ലെസ് ദാൻ 0. അപ്പൊ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ സ്പെസിഫിക് ആയിട്ട് 0 അല്ല എന്ന് മാത്രമേ ഹൈപ്പോത്തിസിസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷെ എന്താവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇപ്പൊ ഈ ഒരു കേസ് പറയുകയാണെങ്കിൽ ഇത് 2 ടെസ്റ്റ് വേണമെങ്കിൽ നമുക്ക് നടത്താം. ഇത് 2 ടൈൽഡ് ടെസ്റ്റ് നമുക്ക് വേണമെങ്കിൽ നടത്താൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ടെസ്റ്റ് നമുക്ക് നടത്താം, ഈ ഒരു ടെസ്റ്റ് നമുക്ക് നടത്താം. അതായത് നമുക്ക് ഇവിടെ നമ്മൾ ഹൈപ്പോത്തിസൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? 0 അല്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതായത് ഇൻകം കൺസംഷന്റെ മേൽ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് പോസിറ്റീവായിട്ട് സ്വാധീനിക്കാം, നെഗറ്റീവായിട്ട് സ്വാധീനിക്കാം. പക്ഷെ നമുക്കറിയാം പോസിറ്റീവായിട്ടാണ് സ്വാധീനിക്കുന്നതെന്ന്. എങ്കിൽ പോലും നമുക്ക് ഈ ടെസ്റ്റ് നടത്താം, കുഴപ്പമില്ല. കാരണം 0 അല്ല എന്നാണ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. 0 ആണെന്നാണ് നമ്മൾ നൾ പറയുന്നത്. നള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? ഇൻകം കൺസംഷനെ സ്വാധീനിക്കുന്നു. ഇതാണ് ഇവിടെ കാണിക്കുന്നത്. ദാറ്റ് മീൻസ് β2 is actually a significant coefficient. ഇനി നമുക്കിപ്പോൾ നള്ളും ഓൾട്ടർനേറ്റീവും നമുക്ക് കിട്ടി. ഈ നൾ ഹൈപ്പോത്തിസിസിനെ നമ്മൾ ഈ ഒരു സ്റ്റഡി നടത്തുന്നതിന് മുൻപ് നമ്മളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെ? ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ വി
actually intend to reject this null hypothesis, and we intend to not reject the alternative hypothesis. We actually intend to reject the null hypothesis and അക്സെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെർട്ടഡ് കോമയിൽ തന്നെ പറയണം. കാരണം നമ്മൾ β2 നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡാറ്റ കളക്ട് ചെയ്തു. ഞാൻ ക്ലാസ് ചെയ്യുന്നു, ഇൻകം കൺസംഷൻ ഡാറ്റ കളക്ട് ചെയ്യാന്ന് വിചാരിച്ചു. നിങ്ങൾ 18 പേരുണ്ട്. 18 പേരിൽ നിന്ന് നിങ്ങളുടെ വീക്കിലി ഇൻകവും വീക്കിലി കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഞാൻ കളക്ട് ചെയ്തു. കളക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്, ഞാൻ ഈ ഇക്വേഷൻ എടുത്തു. ഇൻകം മാത്രമേ ഞാൻ കളക്ട് ചെയ്തുള്ളൂ, കൺസംഷൻ്റെയും ഡാറ്റയും കളക്ട് ചെയ്തു. നിങ്ങളുടെ അടുത്ത് വീക്കിലി എത്രയാണ് നിങ്ങൾ എക്സ്പെൻഡിച്ചർ നടത്തുന്നത് എന്ന് ചോദിച്ചു. നിങ്ങളുടെ വീക്കിലി ഇൻകം എത്രയാണെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് 18 കൺസംഷനും 18 ഇൻകവും കിട്ടി. അപ്പൊ എനിക്ക് n എന്ന് പറയുന്നത് എന്റെ 18 ആണ്. n എന്ന് പറയുന്നത് സാമ്പിൾ സൈസ് ആണ് 18. ഈ 18 കൺസംഷൻ ഇൻകം ഡീറ്റെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ട് എനിക്ക് ഓയിൽലെസ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എനിക്ക് β1 ക്യാപ്പും β2 ക്യാപ്പും ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു മുമ്പ് ഞാൻ നൾ ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കിയാണ്. എന്റെ നൾ ഹൈപ്പോത്തിസിസ് ഇതാണ്: നിങ്ങളുടെ ഇൻകം നിങ്ങളുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെ സ്വാധീനിക്കുന്നില്ല. ഇത് ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ഇൻകം നിങ്ങളുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെ സ്വാധീനിക്കുന്നതാണ്. അതായത് 0 അല്ല. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് നോ എഫക്ട് ഓൺ കൺസംഷൻ. 0 multiplied by income will be 0. So there will be only minimum consumption. That is β1 cap. കാരണം ഇൻകം ആയിരിക്കില്ല അപ്പോൾ ആ കൺസംഷൻ സ്വാധീനിക്കുന്നത്, വേറെ എന്തെങ്കിലും ഫാക്ടർ ആയിരിക്കും. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതല്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇൻകം കൺസംഷനെ സ്വാധീനിക്കുന്നു. അതായത് β2 0 അല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാനിപ്പോ ഇതിനെ റിജക്ട് ചെയ്തു എന്ന് വിചാരിച്ചു. എന്റെ ഡാറ്റ ചെയ്തു. ഇനി ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിന്റെ ഒരു ഡിസിഷൻ റൂൾ ഉണ്ട്, അതിലേക്ക് നമ്മൾ കടക്കുന്നേ ഉള്ളൂ. ഞാനിവിടെ ഇതിനെ റിജക്ട് ചെയ്തു. ഈ നൾ ഹൈപ്പോത്തിസിസിനെ ഞാൻ റിജക്ട് ചെയ്തു. റിജക്ട് ചെയ്ത് ഞാൻ ഈ 18 ഡാറ്റ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ റിജക്ട് ചെയ്യുന്നത്. ടെസ്റ്റിംഗ് നടത്തി. ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എങ്ങനെ നടത്തി എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ 2 ഹൈപ്പോത്തിസിസിനെ കുറിച്ച് മാത്രമേ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. ടെസ്റ്റിങ്ങിന് ഒരു ഡിസിഷൻ റൂൾ ഉണ്ട്, അതിലേക്ക് നമ്മൾ വരാം. അപ്പൊ ഞാൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് നടത്തിയിട്ട് ഞാൻ ഇതിനെ റിജക്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ എനിക്ക് തിയറിനെ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു സാമ്പിൾ കളക്ട് ചെയ്തിട്ട് റിയൽ വേൾഡിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്തു. അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് 18 പേരിൽ നിന്ന് ഞാൻ സാമ്പിൾ എടുത്തു. സാമ്പിൾ എടുത്തുകൊണ്ട് എനിക്ക് ഇൻകം കൺസംഷൻ തിയറിനെ പ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും. ആ പറയാൻ പറ്റുന്ന ഇതാണ്: എന്റെ സാമ്പിളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന റിസൾട്ട് തിയറിയുമായി ഒരുമിച്ച് പോകുന്നുണ്ട്, തിയറിയുമായി കൺഫേം ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഈ 18 പേരുടെ ഡാറ്റ എടുത്തുകൊണ്ട് എനിക്ക് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കി, ഇതിനെ റിജക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളിവിടെ തിയറിനെ പ്രൂവ് ചെയ്യില്ല, നമ്മളിവിടെ നൾ ഹൈപ്പോത്തിസിസിനെ ഇവിടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് that does not mean that we are consolidating or substantiating the theory. തിയറിനെ നമ്മൾ അതോ ഈ 18 പേര് വെച്ചിട്ട് നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല. ഇനി സപ്പോസ് നേരെ തിരിച്ച് നമ്മൾ നൾ ഹൈപ്പോത്തിസിസിനെ നമ്മൾ ഫെയിൽ ടു റിജക്ട്. നമ്മളുടെ ഈ 18 പേരുടെ ഡാറ്റ കിട്ടി. ഈ ഡാറ്റ കിട്ടിയപ്പോൾ നമുക്ക് ഒരു കാര്യം, നമ്മൾ ഇതിനെ റിജക്ട് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല എന്ന് വിചാരിക്കാം. നൾ ഹൈപ്പോത്തിസിസിനെ റിജക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കാം. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഇൻകം ഇൻഫ്ലുവൻസസ് കൺസംഷൻ. അവിടെ നമ്മൾ തിയറിനെ അതോടൊപ്പം തന്നെ നമ്മൾ തള്ളികളയൊന്നുമില്ല. നമ്മുടെ ഡാറ്റയിൽ നിന്ന് നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് ആ നൾ ഹൈപ്പോത്തിസിസിനെ റിജക്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ഡാറ്റയുടെ കുഴപ്പമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാമ്പിൾ സൈസ് വളരെ ചെറുതായി പോയതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ തെറ്റായതുകൊണ്ടായിരിക്കാം. സോ ദർ ക്യാൻ ബി മെനി റീസൺസ്. അപ്പോ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ ഇതിനെ റിജക്ട് ചെയ്യുന്നു, നൾ ഹൈപ്പോത്തിസിസിനെ റിജക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി. ഇഫ് യു ഫെയിൽ ടു റിജക്ട് ദ നൾ ഹൈപ്പോത്തിസിസ്, ദെൻ നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ഒന്നില്ലെങ്കിൽ വി റിജക്ട് ദ നൾ ഹൈപ്പോത്തിസിസ്. അപ്പൊ 2 ഓപ്ഷൻസ് ആണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് we reject the null hypothesis.
റിജക്ട് നൾ ഹൈപ്പോത്തിസിസ്. ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ നമ്മൾ റിജക്ട് ദ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. രണ്ടാമത്തെ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വി ഫെയിൽ ടു റിജക്ട്. We do not reject. We fail to reject. We fail to reject null hypothesis, which means that our alternative hypothesis is wrong. We accept. Accept നമ്മൾ ഇങ്ങനെ തന്നെ കാണിക്കേണ്ടതായിട്ട് വരും, ഇൻവെർട്ടഡ് കോമയിൽ. കാരണം എന്താണ്? അക്സെപ്റ്റ് എന്ന് പറയുമ്പോൾ അത് ആ ഒരു സാമ്പിളിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ദ തിയറി ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. വി ഫെയിൽ ടു റിജക്ട് നൾ ഹൈപ്പോത്തിസിസ്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് വി റിജക്ട് നൾ ഹൈപ്പോത്തിസിസ്. ദെൻ സെക്കൻഡ് വി ഫെയിൽ ടു റിജക്ട് നൾ ഹൈപ്പോത്തിസിസ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഫെയിൽ ടു റിജക്ട് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് നമുക്ക് നൾ ഹൈപ്പോത്തിസിസിനെ നമുക്ക് റിജക്ട് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ അർത്ഥം നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത വാല്യൂ ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് നമ്മൾ റിജക്ട് ചെയ്യേണ്ടതായിരുന്നു. കാരണം നമ്മൾ നൾ ഹൈപ്പോത്തിസിസിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. സോ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്. റിഗ്രഷൻ മോഡലിൽ നമ്മൾ എങ്ങനെയാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് നടത്തുന്നത്, അതിന്റെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു, എന്താണ് നൾ ഹൈപ്പോത്തിസിസ്, എന്താണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു. നൾ ഹൈപ്പോത്തിസിസിന്റെ പ്രത്യേകത, നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യാത്തത് അതിന്റെ വാല്യൂ ആണ് നൾ ഹൈപ്പോത്തിസിസിൽ വരുന്നത്. നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതായിരിക്കണം ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിൽ വരുന്നത്. ഞാൻ 2 എക്സാമ്പിളിലൂടെ അത് കാണിച്ചു. ഒന്ന് ഡിമാൻഡ് പ്രൈസ്, കൺസംഷൻ ഇൻകം. ഡിമാൻഡ് പ്രൈസിൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യാത്തത്? പ്രൈസ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്നില്ല എന്ന കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതുപോലെ പോസിറ്റീവായിട്ടാണ് സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പക്ഷെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നു എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ലെസ് ദാൻ 0 എന്ന് പറയുന്നത്. സോ വി എക്സ്പെക്ടഡ് a negative relationship between price and quantity demanded. So that's why our expected or alternative hypothesis has negative symbol. That means less than 0. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇനി ഇൻകം കൺസംഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇൻകം കൺസംഷനെ സ്വാധീനിക്കുന്നില്ല എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതായത് 0 ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഈക്വൽ ടു 0 എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതേപോലെ ഇൻകം കൺസംഷനെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇനി എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? when income increases, consumption increases. That means beta 2 is greater than 0. It is positive. So that is why we put the greater than sign here. So that is why it is called one-sided, because it is one-sided because alternative hypothesis has values on the one side of the 0. 0യുടെ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ 0യുടെ റൈറ്റ് സൈഡ് ആണെങ്കിൽ ഇവിടെ 0യുടെ ലെഫ്റ്റ് സൈഡ് മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് വൈ വൺ സൈഡഡ്. സോ നമ്മൾ അതിനുശേഷം നമ്മൾ എന്തിലേക്ക് വന്നു? നമ്മൾ അതിന് ശേഷം വന്നത് എന്താണ് ഒരു 2-sided ടെസ്റ്റ്. അതായത് 2-sided ഇത് സിമ്പിളും ഇത് കോമ്പോസിറ്റും ആണ്. സിമ്പിൾ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. കോമ്പോസിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എനി വാല്യൂ, എനി റേഞ്ച് ഓഫ് വാല്യൂസ്. അപ്പൊ ഇവിടെ ഇത് മാത്ത് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ഇവിടെ എന്താണ് 2-side വരാൻ കാരണം? ഇവിടെ ഇറ്റ് ക്യാൻ ബി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ 0 ഓർ ലെസ് ദാൻ 0. ഇവിടെ സ്പെസിഫിക് ആയിട്ട് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇറ്റ് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ 0 ഓർ ലെസ് ദാൻ 0. സോ ഇറ്റ് ക്യാൻ ബി ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ 0 or on the values of beta 2 can be on the right hand side of the 0 or on the left hand side of the 0. So it can be it is 2-sided. On both side of the 0, the value of beta 2 can be on the both side of the 0. Here it is only on the one side of the 0, positive side or negative side. Here it can be positive or negative. That's why it is 2-sided. ഇനി നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. നമ്മളിപ്പോ നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നില്ലെങ്കിൽ we reject null hypothesis, then automatically we accept alternative hypothesis.
Second, we fail to reject null hypothesis. Then we reject alternative hypothesis. നമ്മൾ സ്റ്റഡി തുടങ്ങുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്? സ്റ്റഡി തുടങ്ങുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? വി വാണ്ട് ടു റിജക്ട് നൾ ഹൈപ്പോത്തിസിസ്. ഇതായിരിക്കണം നമ്മൾ എപ്പോഴും സ്റ്റഡി തുടങ്ങുമ്പോൾ നമ്മുടെ ലക്ഷ്യം. വി വാണ്ട് ടു റിജക്ട് നൾ ഹൈപ്പോത്തിസിസ്. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിലാണെന്ന് നമ്മൾ പറഞ്ഞു. So our objective is to reject a null hypothesis, but that objective may be met or may not be met. That is on the second part of hypothesis testing. How we can reject or fail, we can reject null hypothesis. What is the criteria? എങ്ങനെയാണ് നമ്മൾ അതിനെ റിജക്ട് ചെയ്യുക? അതല്ലെങ്കിൽ നമ്മൾ when we fail to reject null hypothesis, that we'll study on the second part of this problem. അതിനു മുൻപ് we have another issue, that is two more things to be studied here. ഞാൻ അതിനിങ്ങനെ എഴുതാം, type 1 error. നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. type 1 error and type 2 error. There are two types of error that can happen while we test hypothesis. There are two types of errors that can happen. Type 1 error and type 2 error. ഞാൻ അതുകൂടിയാണ് ഇന്ന് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. Do any one of you know what is type 1 error and type 2 error? ആരുമില്ലേ അപ്പുറത്ത്? ഉറക്കണോ? ഞാൻ താരാട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണോ അവിടെ? കേൾക്കുന്നുണ്ട്. ശരി, പറയാൻ പറ്റില്ല. എന്റെ ഒരു ക്ലാസ് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു താരാട്ട് പാട്ടായിട്ട് തോന്നി. ശാന്തവും സ്വസ്ഥവുമായി കിടന്നുറങ്ങാനായിട്ടുള്ള സന്ദർഭമായിട്ട് നിങ്ങൾ ഉപയോഗിക്കരുതല്ലോ. ഓക്കെ, ടൈപ്പ് 1 ടൈപ്പ് 2 എററിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്റ്റാറ്റിൽ പഠിച്ചിട്ടുണ്ട്, സനീ സാർ പഠിപ്പിച്ചു. എന്താണ് ടൈപ്പ് 1 എറർ? എച്ച് നോട്ട് റിജക്ട് ചെയ്യും, അങ്ങനല്ലേ? റിജക്ട് ചെയ്യോ, നമ്മൾ ഫെയിൽ ടു റിജക്ട് ചെയ്യോ ചെയ്യുമല്ലോ. അതെങ്ങനെ എറർ ആവും? എറർ ആവുന്നത് reject H note when H note is true. That's Yes, type 1 error. Okay, that is when we reject a true null hypothesis. When we reject a true null hypothesis, that is type 1 error. When we reject a true null hypothesis. When we fail to reject a false null hypothesis, that is type 2 error. Fail to reject a false null hypothesis. So, ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട്
ഇപ്പോൾ ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുക്കാം, β2 is equal to 0. Okay, and actually it is 0, and we reject it and we accept that alternative hypothesis, that is β2 is not equal to 0. അതായത് ആക്ച്വലി ഇൻകം, ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയണേ, ആക്ച്വലി ഇൻകം കൺസംഷനെ സ്വാധീനിക്കുന്നില്ല എന്ന് വിചാരിക്കാം. പക്ഷെ അങ്ങനെയല്ല, ഞാൻ എക്സാമ്പിൾ തന്നെ തെറ്റാണ്. എങ്കിലും സപ്പോസ് ഇഫ് ആക്ച്വലി β2 is equal to 0, but we reject that null hypothesis and we accepted the alternative hypothesis, then we committed type 1 error. Okay, അതല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, സപ്പോസ് കൺസംഷൻ is equal to β1 plus β2 cap. ഇവിടെ നമുക്ക് ഒരു ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസംഷനെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു ഫാക്ടർ, സപ്പോസ് റെയിൻഫോൾ, ഓർ rainfall may affect, but let's see. Yeah, rainfall. Rainfall. It will have some effect on consumption, maybe. നല്ല മഴയൊക്കെ ആണെങ്കിൽ consumption കുറയും. Okay, suppose my example is rainfall. I took rainfall as an independent variable and consumption as a dependent variable. Okay, and suppose it has no impact on consumption and it is 0. But we rejected this hypothesis and we accepted that rainfall has impact on consumption. Then we committed type 1 error. അതായത് ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസ് ആണോ, പക്ഷെ നമ്മൾ ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസിനെ നമ്മൾ റിജക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വി കമ്മിറ്റ് ടൈപ്പ് 1 എറർ. Then another error is we fail to reject a false null hypothesis. This is false. തെറ്റാണത്. അതായത് റെയിൻഫോൾ കൺസംഷനെ സ്വാധീനിക്കുന്നില്ല, പക്ഷെ നമ്മൾ ഇതിനെ റിജക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫെയിൽ ചെയ്തു. അതായത് നീ ഇൻവെർട്ടഡ് കോമയിൽ വി അക്സെപ്റ്റഡ് നൾ ഹൈപ്പോത്തിസിസ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ടൈപ്പ് 2 എറർ. വി ഫെയിൽഡ് ടു റിജക്ട് എ ഫോൾസ് നൾ ഹൈപ്പോത്തിസിസ്. So it is with respect to the null hypothesis that we state both these two types of errors, type 1 error and type 2. So while making type, നമ്മൾ അതിന് ഈ ഒരു നമ്മൾ ഇത് പറഞ്ഞു, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്, നൾ ഹൈപ്പോത്തിസിസ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്, ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ. ഹിയർ ഇവിടെ നോക്കുക, ടൈപ്പ് 1 എറർ വി റിജക്ട് എ ട്രൂ നൾ ഹൈപ്പോത്തിസിസ്. സെക്കൻഡ് ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത് വി ഡു നോട്ട് റിജക്ട് എ ഫോൾസ് നൾ ഹൈപ്പോത്തിസിസ്. ഇനി അതിനൊരു ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നത്, സപ്പോസ് ദ ഡിഫൻഡന്റ് ഈസ് ഇന്നസെന്റ്. നമ്മൾ കോർട്ടിലേക്ക് ഒരാൾ പോവുകയാണ്, കോർട്ടിൽ ഒരാൾ ചെല്ലുമ്പോൾ അയാൾ അവിടെ കോടതിയിൽ നിൽക്കുമ്പോൾ അയാളെ ഡിഫെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഡിഫൻഡന്റ് ഈസ് ഗിൽറ്റി. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഡിഫൻഡന്റ് ഈസ് ഗിൽറ്റി. അപ്പോ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് കോടതിയിൽ നിൽക്കുന്ന ആള് ഇന്നസെന്റ് ആണ്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഗിൽറ്റി ആണ്. ഇവിടുത്തെ ടൈപ്പ് 1 എറർ എന്തായിരിക്കും? ടൈപ്പ് 1 എറർ എന്തായിരിക്കും? റിജക്റ്റിംഗ് എ ട്രൂ നൾ ഹൈപ്പോത്തിസിസ്. ഒരു ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസിനെ റിജക്ട് ചെയ്യലാണ്, ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസിനെ റിജക്ട് ചെയ്യലാണ് ടൈപ്പ് 1 എറർ. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ എന്തായിരിക്കും ഒരു
ടൈപ്പ് 1 എറർ നമുക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് 1 എറർ. What is type 1 error? Rejecting a true null hypothesis. Null hypothesis is true, but we reject it. എന്തായിരിക്കും അപ്പോൾ ഇവിടുത്തെ ടൈപ്പ് 1 എറർ? ഇത് ട്രൂ ആണ്, ഇത് ട്രൂ ആണ്. ഡിഫൻഡന്റ് ഈസ് ആക്ച്വലി ഇന്നസെന്റ്, ബട്ട് വി സെൻഡ് ഹിം ടു ജയിൽ. ജയിലിലേക്ക് അയാൾ പറഞ്ഞയക്കുകയാണെങ്കിൽ then that is type 1 error. അയാൾ ഇന്നസെന്റ് ആണ്, പക്ഷെ നമ്മൾ അയാളെ ജയിലിലേക്ക് പറഞ്ഞയക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ടൈപ്പ് 1 എറർ എന്നാണ് വിളിക്കുന്നത്. ടൈപ്പ് 2 എറർ എന്തായിരിക്കും? ഫോൾസ് നൾ ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യലാണ് ടൈപ്പ് 2 എറർ. എന്തായിരിക്കും അപ്പോൾ അവിടുത്തെ ടൈപ്പ് 2 എറർ? നൾ ഹൈപ്പോത്തസിസ് ഫോൾസ് ആണ്, പക്ഷെ നമ്മളതിനെ വി ഫെയിൽഡ് ടു റിജക്ട്. നമ്മളതിനെ റിജക്ട് ചെയ്യാനായിട്ട് പരാജയപ്പെട്ടു. ദാറ്റ് മീൻസ് ഇൻവെർട്ടഡ് കോമയിൽ വി അക്സെപ്റ്റഡ് ദ നൾ ഹൈപ്പോത്തസിസ്. വാട്ട് ഈസ് ടൈപ്പ് 2 എറർ? വായിച്ചു തുടങ്ങിപ്പോയോ? ഇല്ല സർ. എന്താണ് ടൈപ്പ് 2 എറർ? ഇവിടുത്തെ ടൈപ്പ് 1 എറർ മനസ്സിലായല്ലോ. ട്രൂ ആയിട്ടുള്ള ഇത് ട്രൂ ആണ്, നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണ്, പക്ഷെ നമ്മൾ അതിനെ റിജക്ട് ചെയ്തു. അതായത് നമ്മൾ റിജക്ട് ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നമ്മൾ സ്വീകരിച്ചു, എന്നിട്ട് അയാൾ ജയിലിലേക്ക് കിട്ടും. ഇത് ട്രൂ ആയിരുന്നു, ഇന്നസെന്റ് ആണെന്നുള്ളത് ട്രൂ ആണ്, പക്ഷെ നമ്മൾ അതിനെ റിജക്ട് ചെയ്തിട്ട് അയാളെ ഗിൽറ്റി ആണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, നമ്മൾ അയാളെ ജയിലിലേക്ക് വിട്ടു. ഇതാണ് ടൈപ്പ് 1 എറർ. ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു നൾ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യാൻ പറ്റാതെ പോകുന്നതാണ് ടൈപ്പ് 2 എറർ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടൈപ്പ് 2 എറർ എന്തായിരിക്കും ഈ കേസിൽ? തെറ്റായിട്ടുള്ള നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ റിജക്ട് ചെയ്തില്ല, അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു എന്നർത്ഥം. ഇത് തെറ്റാണ്. പക്ഷെ അയാൾ ഇന്നസെന്റ് അല്ല, അയാൾ ഗിൽറ്റി ആണ്, പക്ഷെ നമ്മൾ എന്തായിട്ട് കണ്ടു? അതിനെ നമ്മൾ ഇന്നസെന്റ് ആയിട്ട് കണ്ടു, അയാളെ ഫ്രീ ആയിട്ട് വിട്ടു. അപ്പോൾ ഗിൽറ്റി ആയിട്ടുള്ള ഒരാളെ ഫ്രീ ആയിട്ട് വിട്ടതാണ് ഇവിടുത്തെ ടൈപ്പ് 2 എറർ. മനസ്സിലായോ? അപ്പൊ രണ്ട് ടൈപ്പ് എറർ നമുക്ക് ഇവിടെ വരുത്താം. ഈ നൾ ഹൈപ്പോത്തിസിസ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് നമ്മൾ റിജക്ട് ചെയ്യുകയോ റിജക്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോൾ there can be 2 types of errors. രണ്ട് ടൈപ്പ് എറർ വരാം. ടൈപ്പ് 1 എറർ വരാം, ടൈപ്പ് 2 എറർ വരാം. നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ലക്ഷ്യം എന്താണ്? നൾ ഹൈപ്പോത്തിസിസിനെ റിജക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു സ്റ്റഡി തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത വാല്യൂവിനെ വെക്കുന്നു, എന്നിട്ട് അതിനെ റിജക്ട് ചെയ്യലാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ നമ്മൾ ചില സമയത്ത് നമ്മൾ അതിനെ റിജക്ട് ചെയ്യുന്നു, ചില സമയത്ത് നമ്മൾ റിജക്ട് ചെയ്യാതിരിക്കുന്നു, റിജക്ട് ചെയ്യാൻ പറ്റാതെ പോകും നമ്മൾ. പക്ഷെ ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിനെ നമുക്ക് റിജക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാധ്യതയാണ് നമ്മൾ ടൈപ്പ് 1 എറർ എന്ന് വിളിക്കുന്നത്. ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസ് ആണ്, പക്ഷെ നമ്മളത് റിജക്ട് ചെയ്തു പോയി, നമ്മുടെ സ്റ്റഡിയിൽ നമ്മൾ റിജക്ട് ചെയ്തു പോയി. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടൈപ്പ് 1 എറർ എന്ന് വിളിക്കുന്നത്. ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത് നമ്മൾ അത് ഫോൾസ് ആണ്, നൾ ഹൈപ്പോത്തിസിസ് ഫോൾസ് ആണ്, പക്ഷെ നമ്മൾ അതിനെ റിജക്ട് ചെയ്യാൻ പറ്റാതെ പോയി. ഫോൾസ് ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസ് ആണ്, നമ്മൾ അതിനെ റിജക്ട് ചെയ്യാൻ പറ്റാതെ പോയി. നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിനെയാണ് റിജക്ട് ചെയ്തത് ഇൻസ്റ്റന്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് ടൈപ്പ് 2 എറർ. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് എറേഴ്സ് സംഭവിക്കാം ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗിൽ. ഞാൻ ഇന്ന് ഇത്രയും കാര്യങ്ങൾ എടുക്കുന്നുള്ളൂ. നമ്മൾ മെയിൻ ആയിട്ടുള്ള ക്രക്സിലേക്ക് വന്നിട്ടില്ല. എങ്ങനെയാണ് റിജക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് റിജക്ട് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിന്റെ ഡിസിഷൻ റൂൾ, എങ്ങനെയാണ് നമ്മൾ ഇനി ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗിന്റെ